Hello students, welcome to Sonu's Learning World. ഇന്ന് നമ്മൾ ക്ലാസ് 12 വെക്ടർ ആൾജിബ്ര എക്സസൈസ് 10.3 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എക്സസൈസ് 10.3 തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ഇക്വേഷൻസ് ഒക്കെ പഠിക്കാം. ഓക്കെ, ഇൻട്രൊഡക്ഷൻ. ഓക്കെ, സോ നമ്മൾ എക്സസൈസ് 10.3 ഡോട്ട് പ്രൊഡക്റ്റ് ആണ് നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ രണ്ട് വെക്ടർ നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? ഒരു സ്കെയിലർ ആയിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ രണ്ട് വെക്ടർ എടുക്കാൻ പോവാണ്. ഓക്കെ, സോ ലെറ്റ് വെക്ടർ എ ഈസ് ഈക്വൽ ടു ഐ ക്യാപ് പ്ലസ് ജെ ക്യാപ് പ്ലസ് 2k ക്യാപ് എന്നിരിക്കട്ടെ. ഓക്കെ, ആൻഡ് വെക്ടർ ബി ഈസ് ഈക്വൽ ടു 2i ക്യാപ് പ്ലസ് ജെ ക്യാപ് പ്ലസ് k ക്യാപ്. ഓക്കെ, ഞാൻ ഇതിനെ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? എ ഡോട്ട് ബി. ഓക്കെ, എ ഡോട്ട് ബി ചെയ്യുമ്പോൾ ഐന്റെ കമ്പോണൻസ് ഐ ഡോട്ട് ഐ എന്ന് വെച്ചാൽ 1 ആണ്. ജെ ഡോട്ട് എ ജെ ഡോട്ട് ജെ 1 ആകും. അതുപോലെ കെ ഡോട്ട് കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ആവും. സോ ഐ ഡോട്ട് 2i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ എന്താണ്? 1 ആണ്. സോ 1 into 2 മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ് ചെയ്യുന്നത്. 1 into 2 എന്ന് വെച്ചാൽ എന്താണ്? 2 ആണ്. ഐ അങ്ങ് പോകത്തില്ലേ, കാരണം ഐയും ഐയും ഉണ്ട്. ഐ ഡോട്ട് ഐ ദാറ്റ് ഇസ് 1 എന്ന് വരും. ഓക്കെ, സോ പ്ലസ് ഇവിടെ വീണ്ടും എന്താണ്? 1 into 1 1. ഓക്കെ, പ്ലസ് 2 into 1 ദാറ്റ് ഇസ് 2. 2 2s are 4 plus 1 2 plus 2 4 plus 1 5. ഓക്കെ, സോ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? സ്കെയിലർ അല്ലേ, കാരണം ഇതിന് ഡിറക്ഷൻ ഒന്നുമില്ല. ഐയും ജെയും കെയും കമ്പോണൻസ് ഒന്നും ഇല്ല. സോ രണ്ട് വെക്ടേഴ്സ് നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ഒരു സ്കെയിലർ ആയിരിക്കും കിട്ടുക. ഓക്കെ, അടുത്ത പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഡോട്ട് ബി എന്ന് വെച്ചാൽ ബി ഡോട്ട് എക്ക് സെയിം ആയിരിക്കും. അതായത് ഇതിനെ ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലും ഇതിനെ തിരിച്ച് 1 into 2 ചെയ്താലും 2 into 1 ചെയ്താലും നമുക്ക് സെയിം തന്നെയല്ലേ കിട്ടുന്നത്. സോ എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു ബി ഡോട്ട് എ ആയിരിക്കും. ഇനി അടുത്തത് കോസ് തീറ്റ മീൻസ് ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ്. രണ്ട് വെക്ടേഴ്സിന്റെ നടുക്കുള്ള ആംഗിളിനെയാണ് നമ്മൾ കോസ് തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അതെങ്ങനെ കാണുന്നത്? എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ എ. മോഡുലസ് മീൻസ് മാഗ്നിറ്റ്യൂഡ് ആണ്. ഓക്കെ, മോഡുലസ് ഓഫ് വെക്ടർ എ ഇൻറ്റു മോഡുലസ് ഓഫ് വെക്ടർ ബി ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇഫ് എ ഈസ് പെർപെൻഡിക്കുലർ ടു ബി, ഒരു വെക്ടർ എയും അടുത്ത വെക്ടർ ബിയും കൂടെ പെർപെൻഡിക്കുലർ ആണെങ്കിൽ എന്താ? തീറ്റ എന്താണ്? 90 ഡിഗ്രി ആണ്. ഓക്കെ, സോ ആ സമയത്ത് എ ഡോട്ട് ബി എന്തായിരിക്കും? തീറ്റ 90 ഡിഗ്രി ആവുമല്ലോ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഓക്കെ, മനസ്സിലായല്ലോ? അതായത് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു, നമുക്കറിയാം കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എന്താണ്? എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ എ ഇൻറ്റു മോഡുലസ് ഓഫ് വെക്ടർ ബി ആണ്. ഓക്കെ അല്ലേ? സോ ഇവിടെ നമുക്ക് തീറ്റ 90, അതായത് രണ്ട് വെക്ടർ പെർപെൻഡിക്കുലർ ആവുമ്പം എന്താണ്? കോസ് 90 എന്ന് വരും അല്ലേ? കോസ് 90 is equal to a dot b divided by a into b എന്ന് വരത്തില്ലേ? ഓക്കെ, സോ ഇനി എന്താണ്? നമുക്ക് കോസ് 90 is what? 0 ആണ് അല്ലേ? സോ 0 is equal to vector a dot vector b divided by vector a into modulus of a into modulus of b. സോ ഇതെന്താണ്? ഈ ടേം അങ്ങ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 ആയി പോകത്തില്ലേ? സോ therefore എന്താണ്? a dot b 0 ആണ്. മനസ്സിലായോ? ഇങ്ങനെയാണ് വന്നത് അല്ലെ? അതായത് വെക്ടർ എ, ഇഫ് വെക്ടർ എ ഈസ് പെർപെൻഡിക്കുലർ ടു വെക്ടർ ബി, തീറ്റ 90 ഡിഗ്രി ആണ്. തീറ്റ 90 ഡിഗ്രി ആകുമ്പോൾ എന്താണ്? എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു 0. മനസ്സിലായല്ലോ? ഇനി നെക്സ്റ്റ് അടുത്ത പ്രോപ്പർട്ടി എന്താണ്? ഇഫ് വെക്ടർ എ ഈസ് പാരലൽ ടു വെക്ടർ ബി. ഓക്കെ, സോ ഇതേ ഇക്വേഷൻ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഇഫ് വെക്ടർ എ ഈസ് പാരലൽ ടു വെക്ടർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? തീറ്റ എന്താണ്? 0 ഡിഗ്രി അല്ലേ? ഓക്കെ, സോ കോസ് 0 is equal to വെക്ടർ എ, സോറി മോഡുലസ് ഇല്ല, മുകളിൽ മോഡുലസ് ഇല്ല, താഴെയാണ് മോഡുലസ്. ഓക്കെ, വെക്ടർ എ ഇൻറ്റു വെക്ടർ ബി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ എ ഇൻറ്റു മോഡുലസ് ഓഫ് വെക്ടർ ബി. കോസ് 0 എന്ന് വെച്ചാൽ എന്താണ്? വാല്യൂ 1 ആണ്. സോ ഇവിടെ 1 വരും. ഓക്കെ, ദാറ്റ് ഇസ് എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ്? എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു വെക്ടർ എ മോഡുലസ് ഓഫ് വെക്ടർ എ ഇൻറ്റു
മോഡുലസ് ഓഫ് വെക്ടർ ബി. ഓക്കെ അല്ലേ? സോ അതാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇഫ് എ ഇസ് പാരലൽ ടു ബി ആവുമ്പം എ ഡോട്ട് ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി. ഓക്കെ, നെക്സ്റ്റ് എ ഡോട്ട് എ അതായത് ഒരു വെക്ടർ അതേ വെക്ടർ എന്ന് വെച്ച് നമ്മൾ എന്താണ് മൾട്ടിപ്ലൈ ആണ്, ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുകയാണ്. അപ്പൊ എന്താണ് വിച്ച് ഇസ് ഈക്വൽ ടു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെക്ടർ, അതായത് നമ്മുടെ ഈ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എടുത്തിട്ട് അതിനെ സ്ക്വയർ ചെയ്യുന്നതിന് സെയിം ആയിരിക്കും ആൻസർ കിട്ടുക. മനസ്സിലായില്ലേ? അതായത് എ ഡോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് വെക്ടർ എ ദി ഹോൾ സ്ക്വയർ എന്നായിരിക്കും. സോ ഇത്രയും നമ്മൾ പഠിച്ച് വെച്ചു. ഇനി നമുക്ക് എക്സസൈസിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് എക്സസൈസിലേക്ക് എടുക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സസൈസ് 10.3, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Find the angle between two vectors, vector A and vector B, with magnitude √3 and 2 having A dot B is equal to √6. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് എന്ന് പറയുമ്പോഴേ നമുക്കറിയാം എന്താണ് കോസ് തീറ്റ ആണ്. കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ? വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ എ ഇൻറ്റു വെക്ടർ ബി ആണെന്ന് നമുക്ക് അറിയാം. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്താണ് എല്ലാം തന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് എന്റെ മാഗ്നിറ്റ്യൂഡ് √3, അതായത് ഇത് തന്നിട്ടുണ്ട്. മോഡുലസ് ഓഫ് വെക്ടർ എ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? മോഡുലസ് ഓഫ് വെക്ടർ എ ഇസ് ഈക്വൽ ടു √3 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ മോഡുലസ് ഓഫ് വെക്ടർ ബി ഇസ് ഈക്വൽ ടു എന്താണ് തന്നിട്ടുള്ളത്? 2 ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു √6 ആണെന്നും തന്നിട്ടുണ്ട്. എല്ലാം കൂടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി അല്ലേ? സോ എ ഡോട്ട് ബി ഇസ് √6 ഡിവൈഡഡ് ബൈ ഫസ്റ്റ് √3 ഇൻറ്റു 2. ഓക്കെ, √6നെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? √3 ഇൻറ്റു √2 എന്ന് എഴുതിക്കോളെ. സോ √3 ഇൻറ്റു √2 ഡിവൈഡഡ് ബൈ √3 ഇൻറ്റു 2. ക്യാൻസൽ ചെയ്യാം √3 അല്ലെ? അപ്പം എന്താണ് ഇവിടെ ഒരു 2 ഉണ്ട്. ഈ 2നെ നമുക്ക് എഗെയിൻ എന്താണ് √2 മുകളിലുണ്ട്. ഈ 2നെ നമുക്ക് വീണ്ടും √2 ഇൻറ്റു √2 എന്ന് എഴുതിക്കോട്ടെ. √2 ഇൻറ്റു √2 അല്ലേ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 ഒരു √2 കൂടെ ക്യാൻസൽ ചെയ്യാം. സോ ബാക്കി എന്തൊരു 1/√2. ഓക്കെ, 1/√2 ആണ് കോസ് തീറ്റ. ഇവിടെ നമുക്ക് തീറ്റ എങ്ങനെയാണ് കാണുന്നത്? തീറ്റ ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് അല്ലേ 1/√2. എന്താ കോസ് ഇൻവേഴ്സ് 1/√2? 45 അല്ലെ? 45 എന്ന് വെച്ച് കഴിഞ്ഞാൽ π/4. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു π/4. സോ തീറ്റ ഈസ് ഈക്വൽ ടു π/4. കിട്ടിയില്ലേ? ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. Question number 2. Find the angle between the vectors I cap minus 2 j cap plus 3 k cap and 3 I cap minus 2 j cap plus k cap. Okay. So നമുക്ക് angle between these two vectors ആണ് കണ്ടുപിടിക്കുന്നത്. അതായത് cos theta ആണ് കണ്ടുപിടിക്കുന്നത്. Okay. So cos theta എന്ന് വെച്ചാൽ എന്താണ്? Cos theta is equal to a dot b divided by modulus of a into modulus of b. Okay. So നമുക്ക് ഫസ്റ്റ് വെക്ടറിനെ a എന്ന് ഡിനോട്ട് ചെയ്യാം. ഫസ്റ്റ് വെക്ടർ I cap minus 2 j cap plus 3 k cap and second vector b 3 I cap minus 2 j cap plus k cap. Okay അല്ലേ? ഇനി നമുക്ക് a dot b കാണാം. a dot b എന്ന് വെച്ചാൽ എന്താണ്? 1 into 3. ഓക്കെ, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്. 2 2s are 4. Plus 3 into 1 is 3. So 4 plus 3, 5, 6, 7, 8, 9, 10. Okay. So a dot b is equal to 10 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്താ കണ്ടത്? മോഡുലസ് ഓഫ് വെക്ടർ എ എന്ന് പറഞ്ഞാൽ എന്താ കണ്ടത്? റൂട്ട് ഓഫ്. ഓക്കെ, ഇതിന്റെ കോഎഫിഷ്യന്റ് അതിന്റെ കൂടെ കിടക്കുന്നത് 1. 1ന്റെ സ്ക്വയർ പ്ലസ് 2ന്റെ സ്ക്വയർ 4. ഓക്കെ, പ്ലസ് 3ന്റെ സ്ക്വയർ 9. 9 plus 1 is 10. 10 plus 4 is 14. So √14 എന്ന് കിട്ടി. ഇനി b. Okay, b into magnitude, that is root of. Okay, 3 into square 9 plus 4 plus 1. Okay, again എന്താണ്? √14. നമുക്ക് എല്ലാ വാല്യൂസും കിട്ടി. നമുക്ക് എന്താണ് ഇനി ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. സോ ദാറ്റ് ഈസ് a dot b എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 10 ആണ് കിട്ടിയത്. 10 divided by √14 into
root 14. Okay, so 10 divided by and the root 14 into root 14 എന്ന് വെച്ചാൽ നമുക്ക് 14 എഴുതിക്കോളാം. Okay, 2 5s are 10, 2 7s are 14. Okay അല്ലേ? സോ അതാണ് cos theta. അപ്പൊ തീറ്റ എന്ന് വെച്ചാൽ എന്താണ്? cos inverse 5/7. Okay, so ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 3. Find the projection of the vector I cap minus j cap on vector I cap plus j cap. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ എങ്ങനെയാ പ്രൊജക്ഷൻ കാണുന്നത് വെച്ച് കഴിഞ്ഞാല് ദിസ് വെക്ടർ ഓൺ ദിസ് വെക്ടർ എന്നല്ലേ. സോ നമ്മൾ ഫസ്റ്റ് ഇതിനെ വെക്ടർ എ എന്ന് എടുക്കുകയാണെങ്കിൽ വെക്ടർ എ ഇസ് ഈക്വൽ ടു ഐ ക്യാപ് മൈനസ് ജെ ക്യാപ് എന്ന് എടുത്തു. വെക്ടർ ബി ഇസ് ഈക്വൽ ടു ഐ ക്യാപ് പ്ലസ് ജെ ക്യാപ് എന്ന് എടുത്തു. ഓക്കെ, ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനെ നമ്മള് ക്യാപ്പിൽ ഇടണം. ഇങ്ങനെയാണ് പ്രൊജക്ഷൻ കാണുന്നത്. മനസ്സിലായോ? ഓൺ വെക്ടർ ബി എന്നാണ്. അപ്പൊ ഇവിടാണ് ഓൺ വരുന്നത്, രണ്ടാമത്തേതിലാണ് ഓൺ വരുന്നത്. ഓക്കെ, സോ അതിന് നമുക്ക് ക്യാപ്പിട്ട് എഴുതണം. ഓക്കെ അല്ലേ? സോ എ ഡോട്ട് ബി ക്യാപ്പ് ആണ് പ്രൊജക്ഷൻ കാണുന്നത്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഇസ് എ ഡോട്ട് ബി ക്യാപ്പിന് നമ്മൾ എങ്ങനെ എഴുതുന്നത്? എങ്ങനെയാണ് നമ്മൾ ബി ക്യാപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ യൂണിറ്റ് വെക്ടർ ആണ് അല്ലേ. ബി ക്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെക്ടർ ബി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ ബി. നമ്മൾ കഴിഞ്ഞ എക്സസൈസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. സോ അപ്പൊ അതിന് നമുക്ക് എന്താണ്? വെക്ടർ ബി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ ബി നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. മനസ്സിലായല്ലോ? സോ ഇനി നമുക്ക് എന്താണ്? നമുക്ക് എ ഡോട്ട് ബി കാണണം, അതുപോലെ ബിന്റെ മാഗ്നിറ്റ്യൂഡും കാണണം. ഓക്കെ, സോ നമുക്ക് എ ഡോട്ട് ബി ആദ്യം കാണാം. എ ഡോട്ട് ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സോ 1 into 1 1 minus 1 into plus 1 1, that is 0 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, സോ മുകളിൽ തന്നെ 0 ആയി. സോ നമ്മുടെ ഫുൾ ആൻസർ എന്താണ്? എ ഡോട്ട് ബി ക്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 0 ആണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. Question number 4. Find the projection of the vector this on the second. On എന്ന് പറയുമ്പോൾ അവിടെയാണ് നമുക്ക് ക്യാപ്പ് വരുന്നത്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് വെക്ടറിനെ വെക്ടർ എ എന്ന് എടുക്കാം. സോ എ ഇസ് ഈക്വൽ ടു ഐ ക്യാപ് പ്ലസ് 3j ക്യാപ് പ്ലസ് 7k ക്യാപ് എന്ന് എഴുതി. ആൻഡ് വെക്ടർ ബി ഇസ് ഈക്വൽ ടു 7i ക്യാപ് മൈനസ് j ക്യാപ് പ്ലസ് 8k ക്യാപ് എന്ന് എഴുതി. ഓക്കെ, സോ നമുക്ക് കാണേണ്ടത് എന്താണ്? എ ഡോട്ട് ബി ക്യാപ്. ഓക്കെ, സോ എ ഡോട്ട് ബി ക്യാപ്പിനെ നമുക്ക് എന്ത് എഴുതാം? വെക്ടർ ബി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ ബി എന്ന് എഴുതാം. നമുക്ക് ഇതൊന്ന് കണ്ടുപിടിക്കാം. സോ എ ഡോട്ട് ബി നെ നമുക്ക് എങ്ങനെ എഴുതാം? 1 into 7 7 minus 3 into minus 1, that is minus 3. Okay, plus 7 8s are 56. Okay, 56 minus 3, 53 plus 7, 60. Okay, so 60 എന്ന് എഴുതി. Okay, next എന്താണ്? മോഡുലസ് ഓഫ് വെക്ടർ ബി. Okay, that is root of 7 square 49 plus 1 square 1 plus 8 square 8 8s are 64. Okay, 64. So എന്ത് വരും? 50 plus 64 14. Okay, root 114 എന്ന് വരും. ഓക്കെ, നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. എ ഡോട്ട് ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ 60 ഡിവൈഡഡ് ബൈ റൂട്ട് 114. ഓക്കെ, സോ ഇതാണ് നമ്മുടെ എ ഡോട്ട് ബി ക്യാപ്. സോ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. ഓക്കെ, question number 5. Show that given tree vector is a unit vector. Okay, so നമുക്ക് 3 വെക്ടർ വന്നിട്ടുണ്ട്. 1/7 into ഇത്, 1/7 into ഇത്, 1/7 into ഇത്, അങ്ങനെ 3 വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. ഷോ ദാറ്റ് ദേ ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ഓൾസോ. ആദ്യം നമുക്ക് കണ്ടുപിടിക്കുന്നത് ഒരു യൂണിറ്റ് വെക്ടർ ആണ്. യൂണിറ്റ് വെക്ടർ എന്ന് വെച്ചാൽ മാഗ്നിറ്റ്യൂഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് പ്രൂവ് ചെയ്യണം. സെക്കൻഡ് എന്താണ്? മ്യൂച്വലി പെർപെൻഡിക്കുലർ. പെർപെൻഡിക്കുലർ എന്ന് വെച്ചാൽ എന്താണ്? എ ഡോട്ട് ബി. നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് ആൻസർ 0 വരണം. ഓക്കെ അല്ലേ? ഇതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് വെക്ടറിന് ഞാൻ എന്താണ്? വെക്ടർ എ ദാറ്റ് ഈസ് 1/7 into 2i plus 3j plus 6k എഴുതി. വെക്ടർ ബി is equal to 1/7 into 3i minus 6j plus 2k എന്ന് എഴുതി. മൂന്നാമത്തെ വെക്ടർ വെക്ടർ സി is equal to 1/7 into 6i plus
2j minus 3k എന്ന് എഴുതി. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഒന്നാമത്തെ വെക്ടർ റേഞ്ച് മോഡുലസ് ആണ്. സോ റൂട്ട് ഓഫ് എന്താണ് 1/7 ഉണ്ട്. സോ 1/7 ഉള്ളിലേക്ക് അത് മാറിക്കരുത്. അപ്പൊ 1/7 ഉള്ളിലേക്ക് പോകുമ്പോൾ ഓരോരുത്തരുടെ താഴെ എന്താണ് 7 വരും അല്ലെ. 3/7 6/7 അല്ല, നിങ്ങൾ ആ 1/7 മറന്നു പോയത് കേട്ടോ. സോ ഇതിന്റെ ഉള്ളിലേക്ക് എന്താണ് 1/7 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3/7 6/7 2/7. ഓക്കെ, സോ ഇവിടെയും by7 ഓക്കെ. ഇനി എന്താണ് 2/7 the whole square എന്ന് പറഞ്ഞാൽ എന്താണ് 4/49 plus 3/7 the whole square is 9/49. ഓക്കെ അല്ലേ. അടുത്ത 6/7 the whole square 36/49. ഓക്കെ, ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 7 8 9 49 മുകളിൽ കിട്ടും അല്ലെ. സോ എന്താണ് റൂട്ട് ഓഫ് 49/49 എന്ന് വെച്ചാൽ എന്താണ് 1 ആണ്. സോ ഒന്നാമത്തെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് 1 എന്ന് കിട്ടി. ഇനി രണ്ടാമത്തെ മാഗ്നിറ്റ്യൂഡ് നോക്കാം. വെക്ടർ ബിന്റെ മാഗ്നിറ്റ്യൂഡ് റൂട്ട് ഓഫ് എന്താണ് 49. ഓക്കെ, ഇവിടെ എന്താണ് പ്ലസ് 36 അല്ലെ. 36/49 പ്ലസ് 2 2 4 4/49. 36 plus 4 40 plus 9 49 എന്ന് വരും അല്ലെ. സോ ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 49/49 ദാറ്റ് ഈസ് 1. ഓക്കെ, ഇനി അടുത്ത എന്താണ് സിനെ നമ്മൾ എടുക്കുമ്പം റൂട്ട് ഓഫ് 36/49 ഓക്കെ പ്ലസ് 4/49 പ്ലസ് 9/49. ഓക്കെ, സോ സെയിം 49 മുകളിൽ വരും 40 plus 9 49. സോ റൂട്ട് ഓഫ് 49/49 എന്ന് വെച്ചാൽ 1 കിട്ടും അല്ലെ. സോ നമുക്ക് എന്താണ് മൂന്നിന്റെ മാഗ്നിറ്റ്യൂഡ് എടുത്തപ്പോഴും നമുക്ക് എന്താണ് 1 കിട്ടി. സോ വിച്ച് മീൻസ് ദാറ്റ് ദിസ് 3 ആർ യൂണിറ്റ് വെക്ടർ. ഓക്കെ, അപ്പം ഇത് മൂന്നും യൂണിറ്റ് വെക്ടർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നമ്മളോട് അടുത്ത് എന്താ ചോദിച്ചിരിക്കുന്നത്, ഇത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, സോ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്താണ് നമുക്ക് ഡോട്ട് പ്രൊഡക്റ്റ് 0 ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, സോ ഒന്നാമത്തെ എന്താണ് എ ഡോട്ട് ബി ഞാൻ എടുക്കാൻ പോവാണ്. ഓക്കെ, സോ എ എന്ന് പറഞ്ഞാൽ ഇതാണ്, ബി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, സോ എ ഡോട്ട് ബി എടുക്കുന്ന സമയത്ത് 2/7 അല്ലേ 2/7 ഇൻറ്റു ഇതിന്റെ കമ്പോണൻസ് ആയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ആണ്. 2/7 ഇൻറ്റു 3/7. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ, ഞാൻ നമ്മളോട് കാണിച്ചു തരാം വൃത്തിയായിട്ട്. അതായത് എ എന്ന് പറഞ്ഞാൽ എന്താണ് വെക്ടർ എ ഈസ് ഈക്വൽ ടു 2/7i പ്ലസ് 3/7j പ്ലസ് 6/7k ആണ് അല്ലേ. ഞാൻ ആദ്യത്തെ ഇതൊന്ന് റബ്ബ് ചെയ്തു പോയി. 3/7i മൈനസ് 6/7k പ്ലസ് 2/7j ഇത് k. ഓക്കെ, അതുപോലെ തന്നെ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6/7i പ്ലസ് 2/7j മൈനസ് 3/7k ആണ്. ഓക്കെ അല്ലേ. സോ എന്താണ് ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ് ഡോട്ട് എ ഡോട്ട് ബി എടുക്കാൻ പോവാണ്. എ ഡോട്ട് ബി ഓക്കെ അല്ലേ. എ ഡോട്ട് ബി ചെയ്യുമ്പോൾ 2/7 ഇൻറ്റു 3/7 അല്ലേ. സോ 2/7 ഇൻറ്റു 3/7 ഓക്കെ പ്ലസ് അടുത്തത് 3/7 ഇൻറ്റു മൈനസ് 6/7 ഓക്കെ പ്ലസ് 6/7 ഇൻറ്റു 2/7 ഓക്കെ. ഇനി എന്താ എഴുതാം 6/7 മൈനസ് 6 3s are 18/7 പ്ലസ് 6 2s are 12/7 ഓക്കെ. സോ 12 പ്ലസ് 6 എന്ന് പറഞ്ഞാൽ 18 വരും. 18 മൈനസ് 18 0. സോ നമ്മുടെ ആൻസർ എന്താണ് ദാറ്റ് ഈസ് 0. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. സോ കിട്ടിയത് എന്താണ് എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്, ഇനി നമുക്ക് അടുത്തത് ചെയ്ത് നോക്കാം. ബി ഡോട്ട് സി. ഓക്കെ, ബിയും സിയും കൂടി ഡോട്ട് ചെയ്യാൻ പോകണം. ഓക്കെ,
So 3/7 into നമുക്ക് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. 3/7 into 6/7. 6 3s are 18. So 18/7. Okay. Minus 6/7 into 2/7. 6 2s are 12. Minus 12. Minus 12/7. 2 3 2s are 6/7. Okay. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 12 minus 12 minus 6 is minus 18. So our answer is 0. Okay. So ഇനി എന്താണ് C dot A. അപ്പൊ നമുക്ക് B dot C is equal to 0 എന്നും കിട്ടി. ഇനി എന്താണ് C dot A ചെയ്യാൻ പോവാണ്. നമ്മുടെ C ഇതാണ്. 6 2s are 12. 12/7. 2 3 2s are 6 plus 6/7 minus 3 6 3s are 18 minus 18/7. Again എന്താണ് 0 ആണ് ആൻസർ അല്ലേ, because 12 plus 6 18 18 minus 18 is 0. So എന്താണ് നമുക്ക് C dot A is equal to 0 കിട്ടി. So A dot B is equal to B dot C is equal to C dot A is equal to 0 ആണ്. So നമുക്ക് എന്ത് പറയാം, so they are mutually perpendicular to each other എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. Therefore എന്താണ് A, B and C, vector A, vector B and vector C are mutually perpendicular to each other. Okay students, so students, if you like my videos, please like, share and subscribe my channel. Thank you so much.